ഹായ് ഫ്രണ്ട്സ്, റൂബീസ് യൂണിക് ഡേയ്സിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിലൂടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഒരു മറാഠി ഡിഷാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ്. അതിനുവേണ്ടി 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് കടലമാവ്, 1 കപ്പ് റവ, ഇത് ഇത്രയും സമത്തിലെടുത്ത് വെച്ച് അത് കലക്കാൻ വേണ്ടി 1 കപ്പ് വെള്ളവും 1/4 കപ്പ് നല്ല കട്ടിയുള്ള തൈരും കൂടെ എടുത്ത് ഒഴിച്ച് ഇച്ചിരി ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് നമുക്കത് ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കി സൈഡിലോട്ട് മാറ്റി വയ്ക്കണം. അത് മാറ്റി കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഇരിക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനു വേണ്ടിയുള്ള സ്റ്റഫിങ്ങിലോട്ട് പോകാം. ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഒരു ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. കൂട്ടത്തിൽ കുറച്ച് ഇപ്പം മട്ടറിൻ്റെ സീസൺ ആയതുകൊണ്ട് കുറച്ച് മട്ടറും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൻ്റെ കൂടാതെ ഇത് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സവോളയുടെ ആവശ്യമുണ്ട്. സവോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ശരി, ചൂടാക്കിയിരിക്കുന്ന ചീനിച്ചട്ടിയിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ നല്ലതായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് കടുകും ജീരകവും കൂടെ ഇട്ട് പൊട്ടിക്കുക. പൊട്ടി വരുന്ന കടുകും ജീരകത്തിലോട്ടും നമുക്ക് ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ട് കീറിയിട്ട് കൊടുക്കുക. അത് നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മട്ടറും കൂടെ ഇട്ട് നല്ലതുപോലെ ഒരു 3-4 മിനിറ്റ് വേവിക്കാൻ വെക്കണം. 4 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നല്ലതായിട്ട് വെന്ത് കിട്ടും. ഇത് ഇടയ്ക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ വീതം നമുക്ക് ഇട്ട് കൊടുക്കണം. കണ്ടല്ലോ, നമ്മുടെ സ്റ്റഫിങ്, ഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു. ഓവർനൈറ്റിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. ഓവർനൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഒരു ചൂടായിട്ടിരിക്കുന്ന ഒരു ചട്ടിയിലോട്ട് ഞാൻ നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റഫിങ് വെച്ച് കൊടുക്കണം. 2 രീതിയിൽ നമുക്കിത് ഉണ്ടാക്കാം. തവയിലും ഉണ്ടാക്കാം, സ്റ്റഫിങ്ങിലും ഉണ്ടാക്കാം. മാവ് നല്ലതുപോലെ ഇതായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു കുക്കിംഗ് സോഡ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഓവർനൈറ്റിൽ വയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കുവാനാണെങ്കിൽ കുക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരുമാതിരി അത് വെന്ത് കഴിയുമ്പോൾ അതേ മേളിൽ സ്റ്റഫിങ്ങിൻ്റെ മേളിലോട്ട് പിന്നെയും നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്ത് അത് നല്ലതായിട്ട് ഒരു സൈഡ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വയ്ക്കാം. ഇവിടെ ഞാൻ തവയിലും വെക്കുന്നുണ്ട്. തവയിലും ഒഴിച്ചു കൊടുത്തിട്ട് നടുവിൽ സ്റ്റഫിങ് വെച്ച് കൊടുക്കുക. മേളിൽ കൂടെ പിന്നെയും നമുക്കതിൽ നമ്മുടെ മാവ് പിന്നെ ഒഴിച്ചു കൊടുത്ത് അതിനെ കവർ ചെയ്യണം. സ്റ്റഫിങ്ങിനെ 2 സൈഡും നല്ലതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ഇതാണ്. അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലെക്സും ഒക്കെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പിസ്സയുടെ ഇതും കൂടി ആവും. പിള്ളേരെ പറ്റിക്കാനുള്ളൊരിതും ആവും. പിള്ളേർ കഴിച്ച് കഴിഞ്ഞിട്ട്, എൻ്റെ ജെയ്ഡനൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ലതെന്ന് പറയുന്നു. ജോജി പറയുന്നു ഊത്തപ്പം മാതിരി ഉണ്ടെന്ന്. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്.